ഹലോ ഗൈസ്, നമസ്കാരം. അപ്പോൾ അധ്യാപകർ ആൻഡ് MDMA ഈ കേസോട് കൂടിയിട്ട് തൂഫാൻ ഏകദേശം വൈൻഡപ്പ് ആവുന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ ഒരു പോക്ക് എന്ന് വേണം പറയാൻ. കാരണം അധ്യാപകർ ആദ്യം ഒരു അധ്യാപികയെ പിടിക്കുന്നു, കീർത്തനയെ പിടിക്കുന്നു, കാവ്യ ഉണ്ടെന്ന് പറയുന്നു, മൂന്നാമതൊരു അധ്യാപകൻ ഉണ്ടെന്ന് പറയുന്നു. ഇവരെല്ലാവർക്കും സഹായം ചെയ്തു കൊടുത്ത ഡെലിവറി ബോയ് എന്ന് പറഞ്ഞ ഒരാളെ പിടിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അന്വേഷണത്തിന്റെ ഗതി മാറിയിരിക്കുകയാണ്. ഇപ്പം പോലീസ് രണ്ട് തരത്തിൽ പറയുന്നുണ്ട്. ഒന്ന് പറയുന്നു ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വയനാട് സ്വദേശിയാണ് ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നു. ഒന്ന്. രണ്ടാമത് പറയുന്നത് ഈ ടീച്ചർമാരുടെ അക്കൗണ്ട് പരിശോധിച്ചിട്ട്, ഇവരുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചിട്ട് അതിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ മൊത്തം ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയോ ചെയ്യുമെന്നും കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ കേസ് ഇനി ഇത്രനാളും വളരെ സ്പീഡിൽ പോയ ഈ കേസ് ഇനി ഇങ്ങനെ ഒരു ലൈനായിരിക്കും, സ്ട്രെയിറ്റ് ലൈനായിട്ട് പോയിട്ട് പിന്നെ ഈ അന്വേഷണം ഈ ടീച്ചർമാരിലും ആ ഡെലിവറി ബോയിലും ഈ വയനാട്ടിലെ ഷിൻഡോയിലും കൊണ്ട് തീരും. അല്ലാതെ നമ്മളിതിൻ്റെ മുന്നേയുള്ള എല്ലാ വീഡിയോകളിലും പറഞ്ഞതുപോലെ ഇത്ര ഹൈ ക്വാളിറ്റി സാധനം എവിടെ നിന്ന് വരുന്നു? ഇപ്പോൾ ഇവർ പെട്ടെന്ന് പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഫിനിഷ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ കർണാടക. അവിടെ എവിടെ നിന്ന് വരുന്നു? കർണാടകയിൽ ഇതിന്റെ ഈ പ്രൊഡക്ഷൻ ഉണ്ടോ? ഇതിന്റെ ലബോറട്ടറി ഉണ്ടോ? നമ്മള് മറ്റേ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയില് മോഹൻലാല് അവരുടെ വീടിന്റെ അടുത്ത് ഇവരുടെ പഴയ മരമില്ല് ഫാക്ടറിയിൽ ഒരുപാട് മെഷീനറിയും കാര്യങ്ങളൊക്കെ ഇറക്കി അവിടെ നാർക്കോട്ടിക് ഉണ്ടാക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ അവിടെ അടിച്ചോടിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാരെ എന്ന് പറഞ്ഞതുപോലെ ആ മെഷീനറിയും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് ഇവിടെ കുക്കിംഗ് നടക്കുന്നുണ്ടോ? ചോദ്യം നമ്പർ 1 കർണാടകയിൽ. ചോദ്യം നമ്പർ 2, ഇപ്പൊ കേരളത്തിലെ കച്ചവടത്തിന് കർണാടകയിലെ സാധനം ഈ പറയുന്ന എന്താണോ ഡ്രഗ് അത് നടന്നു വന്നിട്ട് എന്നെ വിറ്റോ ഒന്നും പറയത്തില്ലല്ലോ, അല്ലേ? അപ്പോൾ ഈ സാധനം കേരളത്തിന്റെ ഏത് ബോർഡറുകളിലൂടെ വരുന്നു? ആരാണ് ഇതിന് കൊട പിടിച്ചു കൊടുക്കുന്നത്? കാറിലും ലോറിയിലൊക്കെ കൊണ്ടുവന്ന എല്ലാ ഭാഗത്തും ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ പിറകിലുള്ള വൻ ശക്തികൾ, രാഷ്ട്രീയക്കാർ, പോലീസുകാർ, ഇവരൊക്കെ ആര്? മൗനസമ്മതം കൊടുത്തുകൊണ്ട് ഈ ഇൻഡസ്ട്രിയെ വളർത്തുന്നത് ആര് എന്ന് പല ക്വസ്റ്റ്യൻസും പല ഭാഗത്തുനിന്നും വരുമ്പോൾ ഇവര് ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്, ഈ പിടിച്ച അധ്യാപകരും ഈ പിടിച്ച ഡെലിവറി പയ്യനും ഒരു വയനാട്ടിലുള്ള ഒരു ഷിൻഡോ എന്ന് പറയുന്നത് ഓൾറെഡി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഹെഡിനെ പിടിച്ചിട്ടാണ് ഇവിടുന്ന് ബാക്കിയുള്ള ഇത് റിവേഴ്സ് ഓർഡർ ചെക്കിംഗ് ആണ്. അപ്പോൾ എന്തിനായാലും ഇപ്പോൾ പുതിയ വാർത്താ അപ്ഡേറ്റുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങോട്ടൊക്കെ വാർത്ത. പ്രതികളായ വടകര MDMA കേസിൽ നിർണായക വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയ സംഘത്തലവന് വടകര MDMA കേസിലെ പ്രതികളുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വടകര MDMA കേസ് ഒരു ചെറിയ കേസല്ല, ഇത് വലിയ രീതിയിലുള്ള അന്തർ സംസ്ഥാന ലഹരി മാഫിയ സംഘത്തിന്റെ ഭാഗമാണ്. അതായത് ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ഒരു MDMA നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്കിൽ ഒരു പ്രധാനി, അയാൾ മലയാളിയാണ്, അയാൾ വയനാട് സ്വദേശിയാണ്. ഇയാളുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ നെറ്റ്വർക്ക് കൊച്ചി, വയനാട്, കോഴിക്കോട് വിവിധ ജില്ലകളിലൂടെ പോകുന്നുണ്ട്. അതിന് ഗോവയിലും ബംഗളൂരുവിലും കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഈ ബംഗളൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ലഹരി മാഫിയ സംഘത്തിലാണ് ഈ ടീച്ചർമാർ 3 പേരും കണ്ണിയായിരിക്കുന്നത് എന്നുള്ളത് അവർ കണ്ടെത്തിയിരിക്കുന്നു. ഇവർ തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് കൂടി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ഈ പറയുന്ന വയനാട് സ്വദേശിയെ വലയിലാക്കിയിരിക്കുന്നു പോലീസ്. അയാളെ പിടികൂടാൻ വേണ്ടി വല വിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ SITയിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. DIG K കാർത്തികിന്റെ നേതൃത്വത്തിൽ അന്വേഷണം സംഘത്തിന്റെ റിവ്യൂ നടത്തിയിരുന്നു. വടകര DYSP സനലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ അന്തർ സംസ്ഥാന ലഹരി മാഫിയ ബന്ധം പൂർണ്ണമായും SIT സ്ഥിരീകരിക്കുന്നു. ഈ ടീച്ചർമാർ ഏതെങ്കിലും രീതിയിൽ ലഹരി ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല, അവർ ഈ ലഹരി വ്യാപാരത്തിൽ വളരെ കൃത്യമായ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായിരുന്നു. ആ നെറ്റ്വർക്കിന്റെ തലപ്പത്ത് നിൽക്കുന്നത് ബംഗളൂർ കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയ സംഘമാണ് എന്നുള്ളതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അധ്യാപികമാർ പ്രതികളായ വടകര MDMA കേസിൽ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു ക്ലീശയാണ്. ഏത് തരത്തിലുള്ള ഈ സാധനങ്ങൾ പിടിച്ചാലും ഇവർ പറയുന്നത്, ഒന്ന് പറയുന്ന സ്ഥലമാണ്, ഒന്ന് ബാംഗ്ലൂർ. ഈ എപ്പോഴും ഡ്രഗ്സുമായി ബന്ധപ്പെട്ട ഏത് വാർത്ത വന്നാലും ഫസ്റ്റ് പറയുന്ന സ്ഥലമാണ്. ഒന്ന് ബാംഗ്ലൂർ, 2 ഗോവ, 3 മുംബൈ,
ചില സമയത്തൊക്കെ ഗുജറാത്തും കേൾക്കാറുണ്ട്. അപ്പോ ഇതിന്റെ വ്യക്തമായ സോഴ്സിങ്ങും കാര്യങ്ങളുമൊക്കെ പോലീസുകാർക്കും നമ്മുടെ നിയമ സംവിധാനത്തിനും രാഷ്ട്രീയക്കാർക്കും ഒക്കെ അറിയാമെങ്കിൽ പിന്നെയും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് സെയിം പാറ്റേണിലുള്ള ഈ ക്രൈം, ഡ്രഗ് അബ്യൂസ് ക്രൈംസ് എങ്ങനെ സംഭവിക്കുന്നു? ഈ പറയുന്ന പിടിക്കുന്ന കേസുകളിൽ വ്യക്തമായ ഫോളോ അപ്പും വ്യക്തമായ ശിക്ഷയും കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ പുതിയ പ്രതികൾ ഈ ഒരു നെറ്റ്വർക്കിലേക്ക്, ഈ നെറ്റ്വർക്ക് തകരുന്നില്ലല്ലോ. ഇപ്പൊ ഇവർ പറയുന്നു ഈ ടീച്ചർമാർക്ക് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു ഡ്രഗ് കാർട്ടലുമായിട്ട് ബന്ധമുണ്ട്. ഓക്കെ, ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഡ്രഗ് കാർട്ടലിനെ ഫണ്ട് ചെയ്യുന്നത് ആരാണ്? ഈ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന XYZ ഡ്രഗ് കാർട്ടൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ ഡ്രഗ് കാർട്ടലിന് ആരാണ് സപ്ലൈ കൊടുക്കുന്നത്? ആരാണ് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്? ഈ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡ്രഗ് കാർട്ടലിലാണ് നമ്മുടെ ഈ ടീച്ചേഴ്സ് അംഗമെങ്കിൽ ഇവരെന്തിനാണ് 2 തവണ വിദേശയാത്ര, പ്രത്യേകിച്ച് ദുബായിൽ, UAE ഇവരിൽ 2 യാത്ര ചെയ്തിട്ടുണ്ട്. അതെന്തിനാണ് ആ യാത്ര പോയത്? ആ പോയ സമയത്ത് ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാര് ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഈ ഒരു കാർട്ടലിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നതിന് തെളിവ് പറയുന്നത് വയനാട്ടിലെ ഈ ഷിൻഡോന്റെ ഒരു കണക്ഷൻ മാത്രമാണ്. ഇവരുടെ അക്കൗണ്ടിലേക്കുള്ള മുഴുവൻ റൂട്ടിങ്ങും വന്നാൽ മാത്രമേ വേറെ ഏതൊക്കെ മേഖലയിലുള്ള ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ക്ലിയർ പിക്ചർ കിട്ടണമെങ്കിൽ ആ ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പം തന്നെ പോലീസുകാർക്ക് വ്യക്തമായിട്ട് ഒരുപാട് അറസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ 3 ടീച്ചർമാരുടെയും അക്കൗണ്ടിലേക്ക് ഏകദേശം 1 CR 100 lakhs 100 ലക്ഷം രൂപയാണ് വന്നത്. 100 ലക്ഷം രൂപയിൽ ഞാൻ ഇതിന് മുന്നേയുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, 100 ലക്ഷം രൂപയിൽ എത്ര 2000 രൂപയാണുള്ളത്. ഒരു കസ്റ്റമർ പേ ചെയ്യുന്നത് 2000 റുപ്പീസാണ്. 2000 ആണ് ഒരു കസ്റ്റമർ പേ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 1 കോടിക്ക് എത്ര 2000 രൂപ വേണം? അവരൊക്കെ ഇതിൽ പ്രതികളാണ്. ഇവർ ഈ പറയുന്ന ലോജിക്കാണ് കേസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ സാധനം ഇവരുടെ അടുത്ത് നിന്ന് പൈസ കൊടുത്ത് മേടിച്ച എൻഡ് യൂസേഴ്സ്, റീറ്റെയിൽ കസ്റ്റമേഴ്സിനെയാണ് പൊക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ കേസ് അനന്തമായി നീണ്ടുപോകില്ലേ? 5000 പേര് അറസ്റ്റ് ചെയ്യണ്ടേ? ഇത് എവിടെയെങ്കിലും എത്തുമോ ഈ കേസ്? അതിന് പകരം ഈ എൻഡ് യൂസേഴ്സിന് അവിടെ നിൽക്കട്ടെ, അതൊരു ഭാഗത്തുനിന്ന് കേസ് ലോക്കൽ പോലീസ് അന്വേഷിക്കട്ടെ. പക്ഷേ ഇതിന്റെ സ്പെഷ്യൽ ടീം ഇവർക്ക് ടീച്ചേഴ്സിന് സപ്ലൈ കൊടുത്തത് ആര്? ബാംഗ്ലൂർ ഡ്രഗ് കാർട്ടിൽ. ബാംഗ്ലൂർ ഡ്രഗ് കാർട്ടിൽ എവിടുന്ന് സാധനം കിട്ടി? ഞാൻ പറയുന്നത് ഇതിനൊരു അന്ത്യം വേണ്ടേ? ഇത് ഡേ ബൈ നമ്മുടെ ഒരു പ്രോഗ്രസീവായ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ദിവസേന ഉന്നമനത്തിലേക്ക് പോകുന്ന, പുരോഗതിയിലേക്ക് പോകുന്ന ഒരു സമൂഹത്തിന്റെ ആ വേരർത്ഥമാറ്റുന്ന രീതിയിലുള്ള പരിപാടിയാണ് ഈ ഡ്രഗ് കാർട്ടിൽ ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഈ ഡ്രഗ് കാർട്ടിനെ പരിപൂർണമായി ഇല്ലാതാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ്. അപ്പോൾ ഇപ്പോഴുള്ള പുതിയൊരു സ്ട്രാറ്റജിക് ചേഞ്ച് എന്താ വന്നിരിക്കുന്ന കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർത്ത കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. വടകര MDMA കേസിൽ അധ്യാപികമാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് SITയുടെ പുതിയ തീരുമാനം. 500-ലേറെ നമ്പറുകളിൽ നിന്ന് ഓരോ അധ്യാപികമാരുടെയും അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. മാത്രമല്ല ഒരാഴ്ചക്കിടയിൽ ATM വഴി ലക്ഷങ്ങൾ പിൻവലിച്ചുവെന്നും കണ്ടെത്തലുണ്ട്. സനീഷ് PK കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു വരും. സനീഷ് ഉണ്ട് തത്സമയം നമുക്കിപ്പം. സനീഷ്, ഗുഡ് മോർണിംഗ്. ഈ അധ്യാപകർ അറസ്റ്റിലായതും പിന്നീട് മുഖ്യ കണ്ണിയിലേക്ക് SIT എത്തിയതും ഒക്കെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണുകയും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അതിനിടയിലാണ് ഈ പുതിയ കണ്ടെത്തൽ
ഈ സാധാരണ ഈ വ്യാപാരികളുടെ അക്കൗണ്ടുകളിലേക്ക്, അതായത് നമ്മൾ ഗൂഗിൾ പേയിലൊക്കെ ഈ ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം കഴിച്ചാൽ ഗൂഗിൾ പേ ചെയ്യുന്നത് പോലെ 500-ലേറെ ട്രാൻസാക്ഷൻസുകളാണ് ഓരോ ആഴ്ചയിലും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ SITയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഏതൊക്കെ അക്കൗണ്ടുകളിൽ നിന്നാണ്, ഏതൊക്കെ ഫോൺ നമ്പറുകളിൽ നിന്നാണ് ഇവർക്ക് പണം എത്തിയിട്ടുള്ളത് എന്ന് കൃത്യമായി പരിശോധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ SIT ചെയ്യുന്നത്. കാരണം ഈ ഉപഭോക്താക്കളെ, ലഹരി ഉപഭോക്താക്കളെ കൃത്യമായി കണ്ടെത്തുക എന്നൊരു ലക്ഷ്യം എന്തായാലും SITക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു വിവരങ്ങൾ ശേഖരിക്കുന്നത്. അതോടൊപ്പം തന്നെ 50,000 രൂപയ്ക്ക് മുകളിൽ പലതവണയായി ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ലഹരിയുടെ ഭാഗം തന്നെയായാണോ എത്തിയത്, അതോടൊപ്പം തന്നെ മറ്റ് ഏതെങ്കിലും വഴിയിൽ ഇവർ പണം സമ്പാദിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രതികൾ അറസ്റ്റിലായ ഉടൻ തന്നെ സംസ്ഥാനത്തെ പുറത്തു നിന്നും ലക്ഷങ്ങളാണ് ഇവരുടെ ATM വഴി പിൻവലിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ATM വഴി പിൻവലിച്ചത് ആരാണ്? ഇതിലത് ഏറ്റവും പ്രധാനമായി SIT കാണുന്നത് സ്വാഭാവികമായും ഇത്തരത്തിൽ NDPS കേസുകളിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ സ്വത്ത് കണ്ടുകെട്ടുക, ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം സ്വാഭാവികമായും പോകും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പണം നഷ്ടമാകരുത് എന്ന് നേരത്തെ കണ്ടാണ് ഇത്തരത്തിൽ പ്രതികൾ കസ്റ്റഡിയിലായ ഉടൻ തന്നെ ഈ അക്കൗണ്ടിൽ നിന്നും ലക്ഷങ്ങൾ പിൻവലിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായുള്ള പണമെടുപ്പ് പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ വലിച്ചിട്ടുണ്ട്. അപ്പൊ സിമ്പിൾ അല്ലേ കേസ്? ഈ പൈസ പിൻവലിച്ചവരെ അറസ്റ്റ് ചെയ്യുക, ഫിനിഷ്. ഇവരാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ. ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണോ ഫിനാൻസ് കൺട്രോൾ ചെയ്യുന്നത് അവരാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ശക്തി. അല്ലെങ്കിൽ ഇതിന്റെ ആരാണോ ഇൻവെസ്റ്റ് ചെയ്ത ബോസ്, അയാളിലേക്ക് എത്താനുള്ള തുറപ്പ് ചീട്ട് എന്ന് പറയുന്നത് ഈ പ്രതികൾ, ഈ പറയുന്ന ടീച്ചർമാർ അറസ്റ്റിലായതിനു ശേഷം അവരുടെ ATMകളിൽ നിന്ന് വലിയ തുക പിൻവലിച്ചത് ആരാണോ, അല്ല അതിനാരാണോ നിയോഗിച്ചത് അവരെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ പിടിക്കുക, അവരെ ചോദ്യം ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ഇതിന്റെ റൂട്ട് എന്ന് വെച്ചാൽ ആരാണോ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് അവർക്കാകും ഈ ഫിനാൻസ് സംരക്ഷിക്കേണ്ട ബാധ്യത. ഈ പറയുന്ന ഡ്രഗ് കാർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തത് ആരാണോ അയാളെ സംബന്ധിച്ചിട്ടാണ് ഈ അറസ്റ്റ് ചെയ്തോ. സോ A is arrested. അപ്പം തന്നെ B എന്ന് പറയുന്ന ആള് ആ പൈസ പിൻവലിച്ച് ഈ പറഞ്ഞ ബോസിന് എത്തിക്കണം. അതായിരിക്കും ഒരു റൂട്ടിങ്. ഞാൻ പറയുന്നത് ഇതിന്റെ ഫിനാൻസ്, സാമ്പത്തിക സ്രോതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഇതിന് പകുതിയിലേറെ ആളെയും പിടിക്കാൻ പറ്റും. പിന്നെ ഇതിലെ വേറൊരു മിസ്റ്റേക്ക് എന്നല്ല, ഈ ഒരു കേസിന്റെ സീരിയസ്നെസ് നഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ വാർത്താ പ്രവർത്തകർ ഒരു കാര്യം പറഞ്ഞതിൽ 500 ആളെ ചെക്ക് ചെയ്യേണ്ടി വരും. 500 ഒന്നല്ല സാർ, 1 കോടി, അതായത് 1 ലക്ഷം വേണമെങ്കിൽ 2000 രൂപ 50 തവണ വെച്ചാൽ 1 ലക്ഷം ആകുന്നുള്ളൂ അല്ലേ? 2000 രൂപ 50 തവണ വെച്ചാല് 1 ലക്ഷം ആകുന്നുള്ളൂ. അപ്പോ 10 ലക്ഷം ആകണമെങ്കിലോ 500 തവണ അല്ലേ? ആലോചിക്കുക പറഞ്ഞത് 100 ലക്ഷം ഇതിന്റെ ട്രാൻസാക്ഷൻ ആണ് 3 പേരിൽ നിന്ന്. അതായത് ഏകദേശം 5000-ഓളം ആൾക്കാരെ പിടിക്കേണ്ടി വരും ഈ റീറ്റെയിൽ യൂസേഴ്സിന് പൊക്കലാ ഉദ്ദേശമെങ്കിൽ. ഇവരെ ഇതിന് നിയോഗിച്ച സോ കോൾഡ് മാനേജ്മെന്റ് ഒരിക്കലും ഇവരുടെ അക്കൗണ്ടിലേക്ക് 2000 ഇട്ട് കൊടുക്കില്ലല്ലോ. അപ്പോൾ ഈ 2000 ഇട്ടതും 1000 ഇട്ടതും 10,000 ഇട്ടതും ഒക്കെ എൻഡ് യൂസേഴ്സ് ആണ്. ഈ ലഹരി ഉപയോഗിക്കുന്ന ചെറുകിട ഉപഭോക്താക്കളാണ് ഈ 2000 10,000 ഇട്ടത്. അവരെ പിടിച്ച് കേസിന്റെ ഗതി മാറ്റുക, അല്ലെങ്കിൽ ഈ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ സമൂഹത്തിന് മുൻപിൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ അവരെ റിയാബ് ചെയ്യാം, അത് വേറൊരു ഇഷ്യൂ. പക്ഷേ ആസ് പാർ എസ് ഈ കേസ് കൺസേൺഡ് ആയ സ്ഥിതിക്ക് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള കിൻപിൻ, അല്ലെങ്കിൽ ഇതിന്റെ മേജർ ഇൻവെസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഇതിന്റെ മേജർ ഷെയർ ഹോൾഡേഴ്സ്, അവരെ പിടിക്കുക എന്നുള്ള ഉദ്ദേശം വരുമ്പോൾ മേലോട്ടേക്കാണ് പോകേണ്ടത്. അതായത് ഇവർക്ക് ഈ ടീച്ചേഴ്സിനെ ആര് നിയോഗിച്ചു, അവരെ ആര് ഫണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ പ്രോഫിറ്റ് കൊടുക്കുന്നു, ഇവർക്ക് എവിടുന്ന് സാധനം വരുന്നു, ഈ രീതിയിലേക്ക് അന്വേഷണം പോയാൽ മാത്രമേ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂ. പിന്നെ ബാക്കിയുള്ളതൊക്കെ എങ്ങനെ അന്വേഷിക്കണം, എങ്ങനെ പോകണമെന്നൊക്കെ എല്ലാവരെക്കാട്ടിയും കൂടുതൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവർ പറയും. അപ്കമിങ് ടെററിസ്റ്റ് ആണ് പറയേണ്ടത്. എന്തിനായാലും വരും ദിവസങ്ങളിൽ കാണാം. ഇവര് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞ പോലെ പിന്നെ കാടടച്ച് വെടിവെച്ചുകൊണ്ട് ഈ ഒരു 3 ടീച്ചേഴ്സിലും ഈ ഒരു നെറ്റ്വർക്കിലും മാത്രം ഇതിനെ ഒതുക്കി വിടുമോ, അല്ലെങ്കിൽ ദ റിയൽ റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ട് ഈ ഒരു ഡ്രഗ് കാർട്ടിൽ, ബാംഗ്ലൂർ ഡ്രഗ് കാർട്ടിനെയെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആക്കാൻ പറ്റുമോ എന്നുള്ളത്
വരും ദിവസങ്ങളിൽ കാണണം. വടകര MDMA കേസിൽ അതിവേഗമാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ തെളിവുകളാണ് ശേഖരിച്ചതെങ്കിൽ നിലവിൽ പണമിടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. പ്രതികളായ കാവ്യ, കീർത്തന, നീഷ്മ എന്നിവരുടെ അക്കൗണ്ടുകളിലേക്കായി ആകെ എത്തിയത് 40 ലക്ഷത്തിലേറെ രൂപയാണ്. കീർത്തനയ്ക്കും കാവ്യയ്ക്കും 1000 മുതൽ 50,000 രൂപ വരെ ഗൂഗിൾ പേ വഴി ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ അക്കൗണ്ടുകളിലേക്കും 500 മുതൽ 700 വരെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഇവ വിശദമായി SIT പരിശോധിക്കുകയാണ്. ഒപ്പം ലക്ഷങ്ങൾ ATM ഉപയോഗിച്ച് പിൻവലിച്ചതായും കണ്ടെത്തി. പ്രതികൾ പിടിയിലായതിനു ശേഷം ബാംഗ്ലൂരിൽ നിന്നാണ് കൂടുതലായും പിൻവലിച്ചത്. കേസിലെ പ്രധാന സൂത്രധാരനായ ഷിൻഡോ ഷിബു ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇയാളുടെ നിർദ്ദേശപ്രകാരം സംഘത്തിലെ അംഗങ്ങളാകാം പിൻവലിച്ചതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ബാംഗ്ലൂരിൽ നിന്നാണ് ലഹരി വടകരയിലേക്ക് എത്തിച്ചതെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ വിവരം കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. അതിനിടെ അധ്യാപകരുടെ വിദേശയാത്ര സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്. വടകര MDMA കേസിൽ അതിവേഗമാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ തെളിവുകളാണ് ശേഖരിച്ചതെങ്കിൽ നിലവിൽ പണമിടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. പ്രതികളായ ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറയുന്നു. ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ തെളിവുകളും, രണ്ടാം ഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടും, മൂന്നാം ഘട്ടത്തിൽ റീറ്റെയിൽ യൂസേഴ്സിനെയും പിടിച്ചതുകൊണ്ട് ഈ ഒരു കേസിന് പ്രത്യേകിച്ച് മുൻപോട്ടുള്ള യാത്രയ്ക്ക് ഒരു മൈലേജും കിട്ടാൻ പോകുന്നില്ല. ഇവരെ ഈ അക്കൗണ്ടിലേക്ക്, ഈ ടീച്ചേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരുപാട് റീറ്റെയിൽ ഉപഭോക്താക്കൾ, മനസ്സിലായില്ലേ, ചെറിയ ഉപഭോക്താക്കൾ ഒരുപാട് ആൾക്കാർ 1000-2000 ഇട്ടിട്ടുണ്ട്. ഈ 1000-2000 ഇട്ട ആൾക്കാരുടെ പിറകിൽ പോയാൽ ഈ കേസിൻ്റെ ഗതി മാറും. അല്ലെങ്കിൽ ഈ കേസിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഈ ഒരു ഡ്രഗ് കാർട്ടിലിനെ കൺട്രോൾ ചെയ്യുന്ന, ഈ ടീച്ചേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഷിൻഡോയെ ഇവർ വെറുതെ ഇപ്പോൾ ടാർഗറ്റ് ഇരുന്ന് ഷിൻഡോയെ പിടിക്കും. ഷിൻഡോയിൽ തീരുന്നതാണ് ഇത്. ഷിൻഡോ ഒറ്റക്കൊന്നല്ല ഇത് ചെയ്യുന്നത്. ഷിൻഡോന് എവിടെ നിന്നാണ് കിട്ടുന്നത്? ബാംഗ്ലൂരിൽ നിന്നാണ് കേരളത്തിലേക്ക് വന്നതെങ്കിൽ ബാംഗ്ലൂരിൽ എവിടെയാണ് ഇത് ഉണ്ടാക്കപ്പെടുന്നത്? അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് എങ്ങനെ ആര് കൊണ്ടുവരുന്നു? രാജ്യത്തിന് പുറത്തു നിന്ന് രാജ്യത്തിന്റെ അകത്തേക്ക് ഈ സാധനം കൊണ്ടുവരുന്ന ആരാണ്? ഷിൻഡോയെ സപ്ലൈ ചെയ്യുന്ന, ഷിൻഡോയെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബോസ് ആരാണ്? ഇതിന്റെ പ്രോഫിറ്റ് മാർജിൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അല്ലാതെ ഇവർ ഈ 3-4 ആൾക്കാരൊന്നും അല്ല ഇത്രയും നെറ്റ്വർക്കിൽ ശക്തമായി സാധനം പ്രവർത്തിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അത് കേരള പോലീസ്, ശരിക്കും കേരള പോലീസ് വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടി പിടിച്ച് കൈ തരും. പക്ഷേ അവർക്ക് ഒരു വാറണ്ടി കൊടുക്കണം, ഒരു ഗ്യാരണ്ടി കൊടുക്കണം. യു ആർ ഫ്രീ ടു ഗോ. അങ്ങനെ പറഞ്ഞാൽ അവർ പോയി പിടിച്ചു കൊണ്ടുവരും. പക്ഷേ നമ്മുടെ രാഷ്ട്രീയത്തിലെ ആരൊക്കെ ഏതൊക്കെ മേഖലയിൽ നിന്ന് ആർക്കൊക്കെ എന്തൊക്കെ ഫണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ കേസിൻ്റെ അവസാനമാകുമ്പോഴത്തേക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസിനെ എത്രത്തോളം ഇനി ഇങ്ങനെ അയച്ചു വിട്ടുകൊണ്ട് അതിൻ്റെ പരിപൂർണമായ റിസൾട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ ഈ കേസ് പോയി തീരുമോ എന്നുള്ളത് ഈ കേസ് വിടാതെ ഫോളോ അപ്പ് ചെയ്താൽ നമുക്ക് തന്നെ മനസ്സിലാവും. സോ വിൽ ബി വാച്ചിങ് ബിഹൈൻഡ് ദ സീൻസ് ഓഫ് ദിസ് കേസ്. അപ്പോൾ നാളെ ഇതിൻ്റെ പുതിയ അപ്ഡേറ്റുമായി വരുന്നത് വരെ see you guys, bye.